ഹായ് കോച്ച് സുവിൻ ഹിയർ. സോ ചെറിയൊരു കാര്യം, രാവിലെ ഒരു ഡി എമ്മിൽ വന്നൊരു മെസ്സേജ് ആയിരുന്നു. ഓക്കെ, 15 വയസ്സുള്ള ബോഡിയാണ് പുള്ളിക്കാരൻ. ബോഡി ബിൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉദ്ദേശിക്കുന്നു, ആഗ്രഹമുള്ള വ്യക്തിയാണ്. വീട്ടിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ ഫിസിക്കിൻ്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഇറ്റ്സ് റിയലി ഗ്രേറ്റ്, അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ ഒരു ഏജ് ടൈം നിങ്ങളെ ഒരു പി എ ഡീസിനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരു സപ്ലിമെൻറ്റേഷനെയും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏജ് തന്നെയാണ് നിങ്ങൾക്കുള്ള ടെസ്റ്റോസ്റ്ററോൺ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഏജ് കാറ്റഗറിയിൽ നിങ്ങൾ നോർമലായിട്ടുള്ള വീട്ടിൽ നിന്ന് കിട്ടുന്ന ഫുഡ് തന്നെ കുറച്ചൊന്ന് നല്ല രീതിയിൽ ട്രാക്ക് ചെയ്ത് നല്ല രീതിയിൽ കഴിച്ച് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് അടിപൊളിയായിട്ടുള്ളൊരു ഫിസിക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ കൂടെ വേറൊരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഒരുപാട് ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന കോച്ചുമാർ, സബ് ജൂനിയർ കാറ്റഗറീസ് വരുന്ന കുറച്ച് ആൾക്കാർക്ക് നല്ല രീതിയിൽ മെഡിസിൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഓൾറെഡി ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ വലിയ രീതിയിൽ മാറ്റി മറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. സോ ആ സമയത്ത് നമ്മൾ എക്സ്ട്രാ പി ഡീസ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ബൂസ്റ്റിംഗ് അവർക്ക് കിട്ടുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ പിന്നീട് ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ട്, അവരുടെ സ്റ്റഡീസിലാണെങ്കിലും അവരെ കരിയർ മൂവ്മെൻറ്റിലോട്ടാണെങ്കിലും ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് വരാം. സോ നമ്മൾ ശ്രദ്ധിക്കാം. താങ്ക് യു.